Lady Thomas ji, G. Sudhakaran ji, Liju ji, Rajendra Prasad ji, Reggie Cherian ji, brothers and sisters, Congress Party, UDF workers, leaders, I'd like to welcome all of you here today. വേദിയിലിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ, അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും നേതാക്കളെ, പ്രവർത്തകരെ, അതുപോലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Today we have a senior leader who used to be from the left on the stage. ഇന്നത്തെ ഈ വേദിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന ഒരു മുതിർന്ന നേതാവ് നമ്മളോടൊപ്പം ഈ വേദിയിലുണ്ട്. There's a reason he's sitting here. അദ്ദേഹം ഈ വേദിയിൽ ഇരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. It is not that he has suddenly changed his way of thinking. അദ്ദേഹം ചിന്തിക്കുന്ന രീതി പെട്ടെന്ന് മാറ്റിയത് കൊണ്ടല്ല അദ്ദേഹം ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്നത്. People who spend many years in a political organization, they absorb things from that journey. ഒരു രാഷ്ട്രീയ സംഘടനയിൽ ഒരുപാട് വർഷം ചെലവഴിക്കുന്ന ആളുകൾ ആ യാത്രയിൽ നിന്ന്, ആ രാഷ്ട്രീയ സംഘടനയിൽ നിന്ന് കാര്യങ്ങൾ അവർ സ്വാംശീകരിക്കാറുണ്ട്, ഉൾക്കൊള്ളാറുണ്ട്. He's not sitting here because he got irritated and was opportunistic. അദ്ദേഹം ഈ വേദിയിൽ ഇരിക്കുന്നത് അദ്ദേഹത്തിന് അവരോട് ദേഷ്യം തോന്നി അവസരവാദപരമായി പെരുമാറുന്നത് കൊണ്ടല്ല അദ്ദേഹം ഈ വേദിയിൽ ഇരിക്കുന്നത്. He is sitting here because something fundamental has happened to the LDF. അദ്ദേഹം ഈ നേതാവ് ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ എന്തോ ഒരു മാറ്റം LDF-ന് സംഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ വേദിയിലുള്ളത്. For many years the LDF they were our opponents and we fought them and we will continue to fight them, but for many years they stood for certain ideas. LDF എന്ന് പറയുമ്പോൾ നമ്മുടെ എതിരാളികളാണ്, നമ്മൾ അവരെ എതിർത്തിട്ടുണ്ട്, ഇനിയും അവരെ എതിർത്തുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ അവർ ചില ആശയങ്ങൾക്ക് വേണ്ടിയാണ് ഒരിക്കൽ നിലകൊണ്ടിരുന്നത്. We disagreed with those ideas and we fought them on those ideas, but they stood for something. പക്ഷേ ഞങ്ങൾക്ക് ആ ആശയങ്ങളോട് വ്യത്യാസമുണ്ട്. ഞങ്ങൾ ആ ആശയങ്ങളെ എതിർത്തുകൊണ്ടിരുന്നു. പക്ഷേ അവർ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി, ചില ആശയങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊണ്ടിരുന്നത്. And they, as a symbol of that, they have the word left in their organization structure's name. അതിന്റെ ആ ആശയങ്ങളുടെ പ്രതീകമായിട്ടാണ് ലെഫ്റ്റ്, ഇടത് എന്ന പേര് അവരുടെ രാഷ്ട്രീയ സംഘടനയിൽ ഉള്ളത്. What does LDF stand for? LDF, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. LDF എന്നത് എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? Left Democratic Front. ഇടതുപക്ഷ, ലെഫ്റ്റ്, ജനാധിപത്യ, ഡെമോക്രാറ്റിക്, ജനാധിപത്യം, ഫ്രണ്ട്, മുന്നണി. Now frankly there is nothing left about the left front. ഞാൻ വളരെ ധൈര്യത്തോടു കൂടി തുറന്നു പറയുകയാണെങ്കിൽ ഇന്ന് ഇടതുപക്ഷത്തിൽ ഇടതുപക്ഷമായ യാതൊന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. And after the election there will be nothing left of the left front. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷത്തിൽ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയുമില്ല. But what is disturbing the leader on the stage is that their policies are no longer of the left. ഇദ്ദേഹം, നമ്മുടെ വേദിയിലിരിക്കുന്ന നേതാവ്, അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റേതല്ല ഇപ്പോഴെന്നാണ് സൂചിപ്പിക്കുന്നത്. What is disturbing him and many workers of the left front is that there is a hidden hand today that is running the LDF government. ഈ വേദിയിലിരിക്കുന്ന അദ്ദേഹത്തെ പോലെയും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പല പ്രവർത്തകരെയും അസ്വസ്ഥമാക്കുന്നത് ഇന്ന് ഇടതുപക്ഷത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു അദൃശ്യമായ കരം, ഒരു ഹിഡൻ ആയിട്ടുള്ള കരം കൈയുണ്ടെന്നുള്ള വസ്തുതയാണ്. The hidden hand is communal. It does not accept the Constitution of India. It divides the people of India. It attacks the people of India, humiliates the people of India.
ഇടതുപക്ഷത്തെ ഇന്ന് മുൻപോട്ട് നയിക്കുന്ന അദൃശ്യകരം എന്ന് പറയുന്നത് അത് വർഗീയതയുടെ അദൃശ്യകരമാണ്. ഈ രാജ്യത്തെ വിഭജിക്കുന്ന, ഈ രാജ്യത്തെ ജനങ്ങളെ ആക്രമിക്കുന്ന, ഈ രാജ്യത്ത് വിദ്വേഷം പരത്തുന്ന അദൃശ്യകരമാണ് ഇന്ന് LDF-നെ മുൻപോട്ട് നയിക്കുന്നത്. And everybody in Kerala can see that there is a relationship now between the BJP, RSS and the left front, CPM. കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ന് കേരളത്തിൽ BJPയും RSSും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. And most leaders in the left front understand this. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ ഒരുപാട് നേതാക്കൾക്ക് ഈ കാര്യം മനസ്സിലാകുന്നുണ്ട്. There are two types of leaders in the left front. ഇടതുപക്ഷ മുന്നണിയിൽ രണ്ട് തരത്തിലുള്ള നേതാക്കളുണ്ട്. There are opportunistic leaders who want to come to power at any cost, will do anything to come to power. അവസരവാദത്തിന് മുഖ്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് എങ്ങനെയും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം നേതാക്കളുണ്ട്. They don't care whether they are being helped by BJP, RSS, anybody. They don't care. അവർക്ക് യാതൊരു ചിന്തയില്ല. അവർ RSS സഹായിക്കട്ടെ, BJP സഹായിക്കട്ടെ, അതിനെപ്പറ്റി ഒന്നും ആകുലതയില്ലാത്ത ഒരു കൂട്ടം നേതാക്കളുണ്ട്. And then there are leaders who are not opportunistic, who believe in something. There are workers who've spent many years working for the ideology, who are feeling betrayed, let down, hurt, upset. അതുപോലെ തന്നെ ഒരുപക്ഷെ നേതാക്കളുണ്ട്, അവർ ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, അവർ അവസരവാദപരമായി ചിന്തിക്കുന്ന ആൾക്കാരല്ല. വർഷങ്ങൾ ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച, ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച ആളുകൾ ഇന്ന് അവർ ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട തോന്നലുള്ള പ്രവർത്തകർ ഇന്ന് ഇടതുപക്ഷ മുന്നണിയിലുണ്ട്. And who are very upset at what is happening to their party. അവരുടെ പാർട്ടിക്ക് എന്താണ് സംഭവിക്കുന്നതോർത്ത് വളരെ അസ്വസ്ഥമായിരിക്കുന്ന ഒരുപാട് പ്രവർത്തകരും നേതാക്കളും ഇടതുപക്ഷത്തിൽ നിന്നുണ്ട്. I fight the BJP, I fight the RSS. I've got 38 cases on me. ഞാൻ BJPയും RSSനെയും നിരന്തരം എതിർക്കുന്ന ഒരാളാണ്. എനിക്കെതിരെ 36 മുതൽ 38 കേസുകൾ വരെയാണ് ഇന്ന് നിലവിലുള്ളത്. They took away my government house. They took away my membership of the Lok Sabha. I'm out on bail. Interrogated me for 55 hours, but I don't back down. അവരെന്റെ ലോക്സഭയിലെ അംഗത്വം റദ്ദാക്കി, എന്റെ ഔദ്യോഗിക വസതി അവർ നീക്കം ചെയ്തു. അവരെന്നെ 55 മണിക്കൂർ നിരന്തരമായിട്ട് ചോദ്യം ചെയ്തു. പക്ഷേ ഞാൻ ഒരിക്കലും BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് പിറകോട്ട് പോവുകയില്ല. ഞാൻ ഇന്ന് ജാമ്യത്തിൽ കൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. Narendra Modi attacks me and the Congress party every single day. നരേന്ദ്രമോദി എന്നെയും കോൺഗ്രസ് പാർട്ടിയെയും ഓരോ ദിവസവും ആക്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. Why does Narendra Modi not attack your chief minister? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാത്തത്? Why does he not attack his family? നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കാത്തത്? Forget that. Narendra Modi in every single speech mentions God, mentions temples, mentions religion. അത് മറന്നുപോയേക്കോ. പക്ഷേ നരേന്ദ്രമോദി എല്ലാ പ്രസംഗത്തിലും അമ്പലങ്ങളെ കുറിച്ച് പറയും, ദൈവത്തെ കുറിച്ച് പറയും, മതത്തെ കുറിച്ച് പറയും. Every second speech of his is how somebody has insulted some god, or somebody has insulted his religion, somebody has insulted a temple. Every speech. എല്ലാ പ്രസംഗത്തിലും അദ്ദേഹം പറയുന്നത് എങ്ങനെയാണോ ആരെങ്കിലും അദ്ദേഹത്തിന്റെ മതത്തെ അപമാനിച്ചത്, ഏതെങ്കിലും അമ്പലത്തെ അപമാനിച്ചത്, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ദൈവത്തെ അപമാനിച്ചത് എന്ന് എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം പറയാറുണ്ട്. And the most valued temple in Kerala, gold is stolen from that temple. കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രത്തിൽ നിന്നാണ് സ്വർണം കവർന്നിട്ടുള്ളത്. Please understand, gold is stolen from Lord Ayyappa's temple. നിങ്ങൾ മനസ്സിലാക്കുക, സ്വർണം കവർന്നിട്ടുള്ളത് ധർമ്മശാസ്താവിന്റെ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്നാണ് സ്വർണം It കവർന്നിട്ടുള്ളത്. is replaced by brass. Pardon? It is replaced by brass. അതിനുശേഷം ആ സ്വർണം അവിടെ നിന്ന് എടുത്തവർ മാറ്റി സ്ഥാപിച്ചത് ചെമ്പ് കൊണ്ടാണ്. Prime Minister comes to Kerala, does not say a word about it. പക്ഷേ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഇതിനെക്കുറിച്ചൊരു വാക്കുപോലും മിണ്ടുന്നില്ല. He's forgotten God, he's forgotten the temple, he's forgotten religion. അദ്ദേഹം ദൈവത്തെ മറന്നുപോയി, അദ്ദേഹം അമ്പലങ്ങളെ മറന്നുപോയി, അദ്ദേഹം മതത്തെയും മറന്നുപോയി. Because he wants to help the chief minister and the LDF. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം നരേന്ദ്രമോദിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും LDFനെയും സഹായിക്കണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. Truth is he knows that LDF can never challenge Narendra Modi in India. സത്യം എന്താണെന്നറിയോ? നരേന്ദ്രമോദിക്ക് അറിയാം LDFന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരിക്കലും ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു വെല്ലുവിളി ഉയർത്താനാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. That is why the UDF is in his target. അതുകൊണ്ടാണ് That is why UDF is his target.
അതുകൊണ്ടാണ് യു ഡി എഫിനാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത്, യു ഡി എഫിനെതിരെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. Now, I've spent 22 years in politics. I've been 22 വർഷങ്ങളായി രാഷ്ട്രീയത്തിലുണ്ട്. So I also have some experience, some understanding. അതുകൊണ്ട് എനിക്കും ചില അനുഭവങ്ങളുണ്ട്, ചില മനസ്സിലാക്കലുകളുണ്ട്. And I've noticed something that maybe you have also noticed. ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. When a person is powerful for 5 years, 10 years, like your chief minister is, or like Mr. Narendra Modi is, confusion starts to arise in their mind. ഉദാഹരണത്തിന് ഒരാൾ അധികാരത്തിൽ അധികം കാലം ഇരിക്കുമ്പോൾ, നിങ്ങളുടെ പ്രധാനമന്ത്രി ഇവിടെ ഉള്ളതുപോലെ അതുപോലെ മുഖ്യമന്ത്രി ഉള്ളതുപോലെ 10-15 വർഷങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു ആശയക്കുഴപ്പം ഉണ്ടായി തുടങ്ങും. Very, very deep confusion arises. അവരുടെ മനസ്സിൽ വളരെ ആഴത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായി തുടങ്ങും. And this can arise in small leaders also. അത് ചെറിയ ചെറിയ നേതാക്കളിലും അത് ഉണ്ടാവാറുണ്ട്. It doesn't matter how senior or junior. It can be a panchayat president, it can be an MLA, it can be chief minister, it can be prime minister. It can arise anywhere. അത് ആ നേതാവ് എത്ര വലിയ നേതാവാണ്, താഴെയുള്ള ആളാണ്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം, MLA ആവാം, പ്രധാനമന്ത്രി ആവാം, അവരുടെ മനസ്സിലെല്ലാം ഈ ആശയക്കുഴപ്പം ഉണ്ടായി തുടങ്ങും. See, in a democracy, when you come to power, it is very clear to you that you have come to power because of the people. ഒരു ജനാധിപത്യത്തിൽ നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അത് വളരെ വ്യക്തമാകണം. നിങ്ങൾ അധികാരത്തിൽ വരുന്നത് ജനങ്ങൾ മൂലമാണ്, നിങ്ങൾ അധികാരത്തിൽ വരുന്നതെന്ന് വ്യക്തമാണ്. And you think that power lies with the people, and the people give me the responsibility to utilize their power. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ജനാധിപത്യത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളാണ് എനിക്ക് അധികാരം നൽകിയത്, ജനങ്ങൾ ഈ അധികാരം ഉപയോഗിക്കാനുള്ള ഉത്തരവാദിത്തമാണ് എനിക്ക് നൽകിയത് എന്നാണ് ചിന്തിക്കേണ്ടത്. But suddenly a disease can occur. പക്ഷേ പെട്ടെന്ന് ഒരു അസുഖമുണ്ടാവാം. Suddenly these people start to think that power does not reside with the people, power resides with me. It emerges from me. പക്ഷെ പെട്ടെന്ന് ഈ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങാം, എനിക്കുള്ള അധികാരം ജനങ്ങളിൽ നിലനിൽക്കുന്ന അധികാരമല്ല, ആ അധികാരം എന്നിലുള്ളതാണ്, എന്നിൽ നിലനിൽക്കുന്നതാണെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങാം. Person who thinks power comes from the people is humble. ജനങ്ങളിൽ നിന്നാണ് എൻ്റെ കയ്യിലുള്ള അധികാരം വരുന്നതെന്ന് ചിന്തിക്കുന്ന വ്യക്തി വിനയാന്വിതനായ വ്യക്തിയായിരിക്കും. He is respectful. അദ്ദേഹം ജനങ്ങളെ ബഹുമാനിക്കുന്ന ആളായിരിക്കും. He appreciates people. ജനങ്ങളെ അഭിനന്ദിക്കുന്ന ആളാവും. And he sees people as a partner to him. ആ വ്യക്തി ജനങ്ങളെ കാണുന്നത് തനിക്കൊരു പങ്കാളിയായിട്ടാണ് ആ വ്യക്തി So ജനങ്ങളെ. it doesn't matter if he is talking to a important businessman, or he is talking to a fisherman, or he is talking to a cobbler. He understands that this person is my partner. അങ്ങനെയുള്ള ഒരു നേതാവ് സംസാരിക്കുന്ന ഒരു പക്ഷെ ഒരു വലിയ വ്യവസായിയോടാവട്ടെ, ഒരു കർഷകനോടാവട്ടെ, ഒരു ചെരുപ്പ് കുത്തുന്ന ജോലി ചെയ്യുന്ന ഒരാളാവട്ടെ, ആ വ്യക്തി മനസ്സിലാക്കുന്നത് ഞാൻ സംസാരിക്കുന്ന ആൾ എൻ്റെ പങ്കാളിയാണെന്നാണ് ആ വ്യക്തി കരുതുന്നത്. But when a person thinks that power comes from me, you see, because after some time the people around him keep telling him that power comes from you, power comes from you, power comes from you, suddenly he starts to believe it. എന്താണെന്നറിയോ, പക്ഷെ ഒരാൾ ചിന്തിക്കുകയാണ് ഈ അധികാരം എന്നിൽ നിന്നാണ് വരുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങളിൽ നിന്നാണ് അധികാരം വരുന്നത്, നിങ്ങളിൽ നിന്നാണ് അധികാരം വരുന്നത് പറയുമ്പോൾ ആ വ്യക്തി അങ്ങനെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. Then arrogance starts to come inside that person. അതുകൊണ്ട് ആ ചിന്ത, അതുപോലെ ധാർഷ്യം ആ വ്യക്തിയുടെ ഉള്ളിൽ വരാൻ തുടങ്ങും. And automatically the relationship between people and that person breaks. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്നറിയോ, സ്വാഭാവികമായി അങ്ങനെ ചിന്തിക്കുന്ന ആ വ്യക്തിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം അവിടെ ഇല്ലാതാകാൻ തുടങ്ങും. The leader thinks that power comes from him and people are nothing to do with anything. ആ നേതാവ് എന്താണ് വിചാരിക്കുന്നത്, അധികാരം എന്നിൽ നിന്നാണ് വരുന്നത്, അതിൽ ജനങ്ങൾക്കുമായി ഒരു ബന്ധവുമില്ല എന്ന് ആ വ്യക്തി ചിന്തിക്കാൻ തുടങ്ങും. And people think this man is arrogant, this man has no connection with us, this man does not listen to us. അപ്പൊ ആളുകൾ എന്താ ചിന്തിക്കാൻ തുടങ്ങുന്നത്, ഈ മനുഷ്യൻ ധാർഷ്ട്യമുള്ള ആളാണ്, ഈ മനുഷ്യന് ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞങ്ങൾ പറയുന്ന ഒരു കാര്യവും ഈ മനുഷ്യൻ കേൾക്കുന്നില്ല. And that is what has happened to the chief minister and the prime minister. ഇന്ത്യയിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിക്കും അതുപോലെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. That is why, for example, when 5-6 women MPs are standing in parliament, the prime minister suddenly thinks that they are trying to attack him.
അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 5 or 6 വനിതാ MP-മാർ പാർലമെന്റിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി പെട്ടെന്ന് വിചാരിക്കുകയാണ് അവർ അദ്ദേഹത്തെ ആക്രമിക്കാൻ പോവാണെന്ന് അദ്ദേഹം വിചാരിച്ചത് അതുകൊണ്ടാണ്. Or when 3 or 4 people show black flags to the chief minister, he has them physically beaten almost to death. നിങ്ങൾക്കറിയോ, അതുകൊണ്ടാണ് ഏകദേശം 3-4 ആളുകൾ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചപ്പോൾ അവരെ മർദ്ദിച്ച് അവരെ മരണം വരെ എത്തിക്കുന്ന ആ അവസ്ഥയിലേക്ക് അതുകൊണ്ട് എത്തിച്ചത്. Instead of saying, okay, these people don't agree with me, they're showing me black flags, so what, let them show me black flags, he imagines that they are trying to attack him, to kill him, and so he attacks them. നിങ്ങൾക്കറിയോ, അവർ 3-4 പേര് കരിങ്കൊടി കാണിക്കുമ്പോൾ അതെന്താ കാര്യമില്ല, അവർക്ക് എന്നോട് വിയോജിപ്പുണ്ട്, സാരമില്ല, അവർ കരിങ്കൊടി കാണിച്ചിട്ട് പോകട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പോലെ അദ്ദേഹം എന്താ ചിന്തിക്കുന്നത്, അവരെന്നെ കൊല്ലാൻ വരികയാണ്, അവരെന്നെ ആക്രമിക്കാൻ വരികയാണ്, അതുകൊണ്ട് അവരെ തിരിച്ചാക്രമിക്കണം എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. And both these are examples of people who have become drunk on power. നിങ്ങൾക്കറിയോ, ഇത് രണ്ടും കാണിക്കുന്നത് ആരെക്കുറിച്ചാണ്? അധികാരം കൊണ്ട് മത്തുപിടിച്ച 2 ആളുകളെയാണ് ഇത് നമ്മൾക്ക് കാണിച്ചു And തരുന്നത്. they've already broken the relationship between them and the people. അവരിപ്പോ തന്നെ അവരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം അവർ ഇല്ലാതാക്കിയിട്ടുണ്ട്. The election is just the formality where they're going to find out that their relationship is actually broken with the people. ശരിക്കും ഇലക്ഷൻ എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർക്ക് ജനവുമായിട്ടുള്ള ബന്ധം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, ഇല്ലാതായി എന്ന് അവർക്ക് തിരിച്ചറിയാനുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള കാരണം മാത്രമാണ്. And how am I saying that their relationship with the people is broken? ഞാൻ എന്തുകൊണ്ടാണ് അവർക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഇല്ലാതായി എന്ന് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? Kerala has become the drug capital of India, number 1 state in India. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മയക്കുമരുന്നിന്റെ തലസ്ഥാനമായി 1ാമത്തെ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. 75% of Kerala's paddy farmers are in debt. കേരളത്തിലെ 75% വരുന്ന നെൽ കർഷകർ ഇന്ന് കടക്കണിയിലാണ്. Coir, which was the fundamental industry for this area, is destroyed. അതുപോലെ തന്നെ ഈ ഏരിയയിൽ, ഈ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കയർ വ്യവസായം ഏതാണ്ട് നശിക്കപ്പെട്ടിരിക്കുകയാണ്. 1.3 lakh workers don't have work. 1.3 ലക്ഷം തൊഴിലാളികൾക്ക് ഇന്ന് തൊഴിലില്ലാത്ത അവസ്ഥയാണ്. Wholesale attack is taking place on minorities in the country. ഈ രാജ്യത്ത് മുഴുവൻ ന്യൂനപക്ഷങ്ങളുടെ മേൽ വലിയ രീതിയിലുള്ള വ്യാപകമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 nuns from here are attacked in Chhattisgarh. ഇവിടെ നിന്നുള്ള 2 കന്യാസ്ത്രീകളെയാണ് ഛത്തീസ്ഗറിൽ ആക്രമിച്ചത്. Manipur churches are being burnt. മണിപ്പൂരിൽ പള്ളികൾ ആക്രമിക്കപ്പെടുകയും കത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. And the Prime Minister has a partnership with the people who are doing this. ഇന്ത്യൻ The Chief Minister has a partnership with the people who are doing this. അതല്ല, ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഇത് ചെയ്യുന്നവരോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിലുള്ളത്. The very people who are attacking minorities across the country, Muslim, Christian, Sikhs, those people are in partnership with the Chief Minister. ഈ രാജ്യം മുഴുവൻ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന, മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന, സിഖുകളെ ആക്രമിക്കുന്ന, ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ആളുകളുമായിട്ടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി കൂടി ചേർന്ന് പങ്കാളിത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. On the other side, the Prime Minister is signing a US deal with Donald Trump. മറ്റൊരു വശത്ത് പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപുമായി ഒരു വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുകയാണ്. We are talking about our farmers struggling. He is opening up our agricultural industry to America. നമ്മളിവിടെ നമ്മുടെ കർഷകർ കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കാർഷിക മേഖലയെ അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. American farmers have huge farms, mechanized farms. Indian farmers have tiny farms with no mechanization. അമേരിക്കയിലെ കർഷകർക്ക് വലിയ കാർഷിക മേഖലയുണ്ട്, അതുപോലെ തന്നെ അവർ വളരെയധികം യന്ത്രവൽകൃത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ഇന്ത്യയിലെ ചെറുകിട കർഷകരാണ്, അവർക്ക് വലിയ യന്ത്രവൽകൃത സംവിധാനങ്ങളില്ല, അതുപോലെ അവരുടെ കൃഷിസ്ഥലവും വളരെ ചെറുതാണ്. And Donald Trump is allowing American farmers to sell dal, to sell soya, to sell nuts, fruits in our country. അതുമാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ഇവിടെ പരിപ്പ് വർഗ്ഗങ്ങളും അതുപോലെ സോയാബീനും അതുപോലെ ഫ്രൂട്ട്സും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കശുവണ്ടിയും നട്ട്സും എല്ലാം ഇവിടെ വിൽക്കാൻ അമേരിക്കൻ കർഷകരെ അനുവദിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. There is a war going on. Petrol is going to become scarce. Gas shortages are already prevalent. The Prime Minister has signed away India's energy security.
നിങ്ങൾക്കറിയാം, ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പെട്രോളിന്റെ വില കൂടുകയാണ്, പെട്രോളിന് ക്ഷാമമുണ്ട്, പാചകവാതകത്തിന് ക്ഷാമമുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ അമേരിക്കയ്ക്ക് എഴുതി കൊടുത്തിരിക്കുന്നത്. Please understand that if India wants to buy oil from Iraq, from Russia, from Iran, it cannot do so without taking permission of Donald Trump. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യക്ക് ഇറാനിൽ നിന്നോ ഇറാഖിൽ നിന്നോ എണ്ണ വാങ്ങിക്കണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി ഇല്ലാതെ ഇന്ത്യക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. Who is Donald Trump to tell us where to buy oil from, to tell us where to buy gas from? എവിടെ നിന്നാണ് നമ്മൾ ഗ്യാസ് വാങ്ങിക്കേണ്ടത്, എവിടെ നിന്നാണ് എണ്ണ വാങ്ങിക്കേണ്ടതെന്ന് ഇന്ത്യയോട് നമ്മളോട് പറയാൻ ഡൊണാൾഡ് ട്രംപ് ആരാണ്? I'll tell you who Donald Trump is, നിങ്ങൾക്കറിയാം അതെന്താ. so that you understand why India's data has been handed over, why our energy security has been taken away from us, why our agricultural sector has been handed over to the Americans. I'll tell you who he is so you understand this. നിങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ആരാണെന്ന് അറിയണം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ കാർഷിക മേഖല അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നതെന്ന്, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഡേറ്റ വിവരശേഖരം അമേരിക്കയ്ക്ക് കൈമാറിയതെന്നുകൊണ്ട്, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഊർജ്ജ സെക്യൂരിറ്റി, ഊർജ്ജ സുരക്ഷ അമേരിക്കയ്ക്ക് നൽകിയതെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരാം. Donald Trump has the power to destroy Narendra Modi's image. ഡൊണാൾഡ് ട്രംപിന് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള ധൈര്യമുള്ളതുകൊണ്ട്, ശക്തി ഉള്ളതുകൊണ്ടാണ്. Donald Trump has information in the Epstein files. എപ്സ്റ്റീൻ ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിൽ നരേന്ദ്രമോദിയെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. Narendra Modi's cabinet ministers are in those files. Narendra Modi is there. നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് എപ്സ്റ്റീൻ ഫയലുകളിൽ, അതുപോലെ നരേന്ദ്രമോദിയും ആ ഫയലുകളിലുണ്ട്. And Donald Trump knows exactly what is going on with Epstein. അതുപോലെ ഡൊണാൾഡ് ട്രംപിന് കൃത്യമായിട്ട് അറിയാം എപ്സ്റ്റീൻ ഫയലുകളുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. And the second and even more important reason is Adani. രണ്ടാമത്തേത്, അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദാനിയാണ്. Adani has not been handed over India's businesses, India's airports, India's ports, India's infrastructure for free. അദാനിക്ക് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്ത്യയുടെ തുറമുഖങ്ങൾ, ഇന്ത്യയുടെ വിമാന എയർപോർട്ടുകൾ ഇതൊന്നും വെറുതെ സൗജന്യമായിട്ടല്ല മോദി കൊടുക്കുന്നത്. Adani's corporate structure has close links to the BJP and to the Prime Minister himself. അദാനിയുടെ കോർപ്പറേറ്റ് ഘടന, സാമ്പത്തിക ഘടന എന്ന് പറയുന്നത് അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും BJPയോടും വളരെ അടുത്ത ബന്ധങ്ങളാണുള്ളത്. And that is why Donald Trump has put a case in the United States against Mr. Adani, a criminal case. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അദാനിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് അവിടെ ഉള്ളത്. So with these two levers, Donald Trump controls Mr. Modi. അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങളിൽ കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത്. And Mr. Modi will do exactly as Mr. Trump says. അതുമാത്രമല്ല, നരേന്ദ്രമോദി ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ത് പറയുന്നു അത് അതുപോലെ തന്നെ. And you will see the consequences of this to the farmers of India. You will feel the consequences in the next few months when petrol prices rise, when gas prices rise to unbelievable levels. നിങ്ങൾക്ക് മനസ്സിലാകും, അവിശ്വസനീയമായ തലത്തിൽ ഇന്ത്യയിലെ ഇവിടുത്തെ പെട്രോളിന്റെ വില കൂടുമ്പോൾ, അതുപോലെ ഗ്യാസിന്റെ വില കൂടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ ഫലം അനുഭവിക്കുന്നത് നമ്മളാണ്. അതുപോലെ ഇന്ത്യയിലെ കർഷകരും ഇതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF is going to start its government with 5 promises. ഐക്യജനാധിപത്യ മുന്നണി നമ്മുടെ ഗവൺമെന്റ് ആരംഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് 5 വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ്. The first promise to the women of Kerala, who we are extremely proud of, is that you are going to travel for free in all of Kerala's buses. കേരളത്തിലെ സ്ത്രീകളോട്, ഞങ്ങൾക്ക് ഏറെ അഭിമാനമുള്ള കേരളത്തിലെ സ്ത്രീകളോട് ഞങ്ങളുടെ ആദ്യത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാർ ബസ്സുകളിൽ നിങ്ങൾ സൗജന്യമായി യാത്ര ചെയ്യാൻ പോവുകയാണ്. And every single Keralite girl who goes to college or university will get 1,000 rupees a month in her bank account. കോളേജിലും സർവകലാശാലയിലും പോകുന്ന കേരളത്തിലെ ഓരോ പെൺകുട്ടിക്കും പ്രതിമാസം 1000 രൂപ ഞങ്ങൾ നൽകുന്ന അടുത്ത വാഗ്ദാനമാണ്. We are doing this because we understand that women are the backbone of Kerala. ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു കേരളത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ത്രീകളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. And we want you to pursue your dreams, travel whenever you want and achieve whatever you want to achieve. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, സ്വപ്നങ്ങൾ പിന്തുടരാൻ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ, അതുപോലെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നേടാൻ നിങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. For senior citizens, we are committing a new ministry that looks after their interests.
കേരളത്തിലെ പ്രായമായവർക്ക് വേണ്ടി, വയോജനങ്ങൾക്ക് വേണ്ടി, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകമായ ഒരു വകുപ്പ് ആരംഭിക്കാൻ പോവുകയാണ്. And we are going to increase their pension to 3,000 rupees. അതുപോലെ അവരുടെ പെൻഷൻ ഞങ്ങൾ 3000 രൂപയാക്കി ഉയർത്താൻ പോവുകയാണ്. And finally, to protect the whole of Kerala and to remember our Chief Minister, Oommen Chandy ji, we are bringing a completely new healthcare scheme. അവസാനമായി കേരളത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിങ്ങൾക്ക് വാഗ്ദാനമായി നൽകുകയാണ്. Every single Kerala family will have 25 lakhs of rupees for their health care. കേരളത്തിലെ ഓരോ കുടുംബത്തിനും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ഞങ്ങൾ നൽകാൻ പോകുന്നത്. If anyone falls sick in your family, whether it is heart disease, cancer, diabetes, whatever it is, you will have insurance of 25 lakh rupees to protect that person and make them well again. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടാകട്ടെ, അത് ഹൃദയ സംബന്ധമായ അസുഖമാവട്ടെ, ക്യാൻസർ ആവട്ടെ, പ്രമേഹമാവട്ടെ, ആ വ്യക്തിയെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സൗജന്യമായി 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. Finally, there are some local issues that I am aware of. The LDF has promised you a sea wall that they never built. We will build that sea wall for you. അതുമാത്രമല്ല, ചില പ്രാദേശിക പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കൊരു കടൽ ഭിത്തി നിർമ്മിച്ചു തരാം എന്ന് LDF പറഞ്ഞിട്ട് അത് ചെയ്തിട്ടില്ല. ഞങ്ങൾ നിങ്ങൾക്കൊരു കടൽ ഭിത്തി നിർമ്മിച്ചു നൽകുന്നതായിരിക്കും. And we are committed to an MSP of 35 rupees for paddy and also a special package for revival of coir, cashew and the handloom industry. അതുപോലെ നെല്ലിന് ഞങ്ങൾ 35 രൂപ താങ്ങുവിലയായി ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ കയർ വ്യവസായത്തെയും കശുവണ്ടി വ്യവസായത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക പദ്ധതികളും ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. I'd like to thank you all for coming here and listening to me so patiently and so affectionately. നിങ്ങൾ ഇവിടെ വന്ന് എന്നോട് വളരെ ക്ഷമയോടുകൂടി സ്നേഹത്തോടുകൂടി ഞാൻ പറഞ്ഞത് കേട്ടിരുന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. Thank you very much. Namaskar. വളരെയധികം നന്ദി. താങ്ക് യു.